ഒരു അവസ്ഥ വരുമ്പോൾ ഇനി നിങ്ങൾ ഭാവിയിൽ, അതായത് മുകളിലത്തെ കാര്യമില്ല, മുകളിൽ എങ്ങനെയാണ് നിങ്ങളെന്ന് എനിക്കറിയില്ല, എനിക്കും അറിയില്ല. ഞാനും മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് പോലും എനിക്കും അറിയത്തില്ല. അപ്പോൾ ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടോ? ഈ ലോകത്ത് അവർ നിങ്ങളെ ഓർക്കുമെന്ന് ചിന്തിക്കുന്നു. ചിലരൊക്കെ ഓർക്കും. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമകളൊക്കെ എത്രയോ നല്ല സിനിമകളുണ്ട് അല്ലേ? മമ്മൂട്ടിയുടെ എത്രയോ നല്ല വേഷങ്ങളുണ്ട്. അപ്പോൾ ഇവരെ കണ്ണാടിയിൽ മാത്രമേ ഓർക്കുള്ളൂ, അല്ല ജീവിതത്തിൽ ഇവരൊന്നും ഓർക്കത്തില്ല. അതേപോലെ സിനിമ ഏകദേശം ഇല്ലാതാവും. പിന്നെയുള്ളത് AI-ലൂടെയുള്ള കുറച്ച് സ്റ്റഫ്സ്, അതായത് കുറച്ച് ഇതേപോലെ ടെക്നോളജി മാത്രമാണ്. ഇപ്പോൾ പലരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കണ്ടത് കൂടുതലും ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ്. എന്നാൽ യൂട്യൂബിൽ അല്ലാത്ത ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സിന് ഒരുപാടധികം വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പോലത്തെ പുരുഷന്മാരുടെ വാക്കൊന്നും ആരും കേൾക്കുന്നില്ല. എന്തായാലും അവസാനിക്കാറായില്ലേ. പിന്നെ ഇപ്പോൾ പോക്സോ കേസിൽ അകത്തായ ഒരുപാട് പേര് ഇപ്പോൾ വേദനിക്കുന്നില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേദനിക്കേണ്ട. നിങ്ങൾക്ക് ഇനി മുകളിൽ നരകത്തിൽ ചെന്നിട്ട് ഈ സ്ത്രീകളോടൊപ്പം, അതായത് എൻ്റെ കൂടെ ഉള്ള പാപം ചെയ്തവരോട്